എമ്പുരാൻ സിനിമ കണ്ട മുഖ്യമന്ത്രിയും കുടുംബവും തിരുവനന്തപുരം ലുലു PVRലാണ് മുഖ്യമന്ത്രി സിനിമ കണ്ടത്. ഗോകുൽനാഥ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, വിവാദങ്ങൾക്കിടെ ഈയൊരു റീഎഡിറ്റഡ് പതിപ്പ് തിയേറ്ററിൽ എത്തുന്നതിന് മുൻപേ സിനിമ കാണാനാണ് മുഖ്യമന്ത്രിയും കുടുംബവും എത്തിയത്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് സിനിമ കണ്ട് ഇറങ്ങിയ ശേഷം എന്തെങ്കിലും പ്രതികരണമുണ്ടായോ? പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല. വിവാദങ്ങൾ ചൂടുപിടിക്കുന്നതിനിടെ എമ്പുരാൻ സിനിമ കാണാനാണ് മുഖ്യമന്ത്രിയും കുടുംബവും ലുലു മാളിലെ തിയേറ്ററിലാണ് സിനിമ കണ്ടു മടങ്ങിയത്. ഔദ്യോഗിക വാഹനം ഒഴിവാക്കി വിനോദസഞ്ചാര വകുപ്പിന്റെ വാഹനത്തിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയുടെ യാത്ര അങ്ങനെയായിരുന്നു. ഏതായാലും വോളണ്ടറി മോഡിഫിക്കേഷൻ വരുത്തിയ സിനിമയാണ് തിങ്കളാഴ്ച പ്രദർശനം നിർത്തുക. അതിന് മുൻപ് ഈ സിനിമ എങ്ങനെയാണോ ആ സിനിമ കാണാൻ വേണ്ടി എത്തിയതാണ്. ഈ ഗോദ്ര കലാപം ഉൾപ്പെടെ സിനിമയിലെ വിവാദ വിഷയങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് BJP സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രി സിനിമ കാണാത്തിയത്. എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെയും ചില പരാമർശങ്ങളും വിവാദ സ്തുതികളും ഒക്കെ മുൻപ് ഉണ്ടായിട്ടുള്ളതൊക്കെ സിനിമയിൽ രംഗങ്ങളായിട്ട് എത്തുന്നുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യ കമലയുമാണ് എത്തി സിനിമ കണ്ടത്. 8 മണിയോട് അടുപ്പിച്ച ഷോയ്ക്കാണ് കയറുകയും ചെയ്തത്. എന്തായാലും ഒരു അല്പം മുൻപാണ് മുഖ്യമന്ത്രി മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സിനിമയിൽ എന്തായാലും ഈ വോളണ്ടറി മോഡിഫിക്കേഷൻസ് നിരവധി ഇടങ്ങളിൽ വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. തിങ്കളാഴ്ചയോടുകൂടി ഈ ഇറങ്ങുന്ന സിനിമയിൽ മോഡിഫൈഡ് വേർഷൻ ആയിരിക്കും ഇറങ്ങുക. അതിന് മുൻപ് സിനിമ കാണുക എന്നുള്ളതായിരുന്നു നീക്കം. ആ നീക്കമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും പ്രതികരണങ്ങൾക്ക് മാധ്യമങ്ങളെ കാണാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രി മറ്റൊരു വഴിയിലൂടെ മടങ്ങുകയും ചെയ്തു. എന്തായാലും ഈ ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയായിരുന്നു മുഖ്യമന്ത്രിയുടെ യാത്ര ഉണ്ടായിരുന്നത്. അതിലും 17ഓളം ഭാഗങ്ങളും കലാപത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളും സ്ത്രീകൾക്കെതിരായ അക്രമ ദൃശ്യങ്ങൾ അടക്കമുള്ളവയിലാണ് ഈ മാറ്റം വരുത്തുക. എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ പരാമർശങ്ങൾ, അത് പ്രത്യക്ഷവും പരോക്ഷവുമായി ചില പരാമർശങ്ങൾ ഒക്കെ സിനിമയിലുണ്ട്. അത് ഈ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ചില സ്തുതി ഗീതങ്ങൾ, അതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്തായാലും അതിൽ തുടരുകയും ചെയ്യുമെന്നുള്ളതാണ്. എന്തായാലും സിനിമയ്ക്ക് അനുകൂലമായി നിൽക്കാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ശരി, എന്തെങ്കിലും പ്രതികരണം പിന്നീട് വരുമോ എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം അല്ലേ ഗോകുൽ? ശരി, ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്.